നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി പി. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് നമ്മൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ ഇലക്ഷന്റെ കൂടെ അസംബ്ലി ഇലക്ഷൻ കൂടെ നടന്നു. ചന്ദ്രബാബു നായിഡു വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ തൂത്തുവാരി. നായിഡു എല്ലാ പത്രങ്ങളിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. പ്രധാനമന്ത്രി നായിഡുവും തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റിയൊക്കെ ഭയങ്കര ഇതൊക്കെ വരുന്നു. പക്ഷെ ഈ ഒരു സംഭവത്തിന് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത് ജനസേവാ പാർട്ടി നേതാവും പ്രശസ്ത ആക്ഷൻ ഹീറോയുമായ പവർ സ്റ്റാർ പവൻ കല്യാണാണ്. പവൻ കല്യാൺ ചിരഞ്ജീവി എന്ന് പറഞ്ഞ മെഗാസ്റ്റാറിന്റെ അനിയനാണ്. തെലുഗു മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ അനിയനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഈ സിനിമാ നടന്മാർ, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ സിനിമാ നടന്മാർ സാധാരണ ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അവർ നേരെ അവരുടെ ഫാൻസ് ക്ലബ് എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഇദ്ദേഹം അതുപോലെയല്ല. ഇദ്ദേഹം ഇതിനു വേണ്ടി വേറൊരു ഫോറം ആദ്യം ഇതാക്കി, പിന്നീട് ഒരു പാർട്ടി ശരിക്കും സ്ഥാപിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു USP എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ബാക്കി ചില താരങ്ങളെ പോലെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നുള്ള ധാരണ അങ്ങേക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു 15 കൊല്ല പ്ലാനായിരുന്നു. 15 കൊല്ലം കൊണ്ട് എൻ്റെ പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ അടുത്ത് വരുന്ന രീതിയിലാകണം എന്നായിരുന്നു. അപ്പൊ 2014 പാർട്ടി രൂപീകരിച്ചെങ്കിലും ആ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കണ്ടസ്റ്റ് ചെയ്തില്ല. സാധാരണ ആരും ചെയ്യാത്തൊരു സംഗതി, മെനക്കെട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ട് കണ്ടസ്റ്റ് ചെയ്യാത്തൊരു പരിപാടി സാധാരണ ചെയ്യാത്തതാണ്. അദ്ദേഹം അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് 2014 മുതൽ 2019 കേന്ദ്രത്തില് നരേന്ദ്രമോദിയും ആന്ധ്രയില് ചന്ദ്രബാബു നായിഡു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ ഒരു കാലഘട്ടത്തില് 2019 ആണ് വീണ്ടും ഇലക്ഷൻ വരുന്നത്. വീണ്ടും ഇദ്ദേഹത്തിന്റെ പാർട്ടി ആദ്യമായിട്ട് രംഗത്ത് വരുന്നു. 2 സ്ഥലത്തു നിന്നാണ് പവൻ കല്യാൺ കണ്ടസ്റ്റ് ചെയ്തത്, മത്സരിച്ചത്. നിർഭാഗ്യവശാൽ 2 സ്ഥലത്തും ദയനീയ പരാജയമായിരുന്നു. നായിഡുവും ആ ഇലക്ഷനിൽ തോറ്റു. YSRCP തൂത്തുവാരി. YSRCP അടുത്ത 5 കൊല്ലം ഭരിക്കാൻ തുടങ്ങി. പവൻ കല്യാൺ പക്ഷെ നിരാശനാകാതെ ഓരോ നിമിഷവും ഈ YSRCPയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പവൻ കല്യാണിന് ഒരു കാര്യം വ്യക്തമായി: ജഗൻ റെഡ്ഡിക്ക് താളപ്പിഴകളേറെ. അദ്ദേഹത്തിന്റെ പല തെറ്റായ തീരുമാനങ്ങളും ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാകുന്നു. എന്തൊക്കെ ഫ്രീ സ്കീം കൊടുത്താലും അതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അദ്ദേഹം NDAയിൽ അംഗമാകുന്നു. NDAയിൽ അംഗമാകുന്നു. BJPയുടെ എന്താ പറയുക, TDP ആയിട്ടുള്ള ഇത് വരുന്നു. പക്ഷെ 2020 ശ്രമം തുടങ്ങിയെങ്കിലും ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ 2019 NDAയുടെ ഭാഗം തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറ്റി വെച്ചാല്, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റി. 2019 ഉണ്ടായിരുന്നു, NDAയിൽ ഉണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡുവും ഇദ്ദേഹം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ 2019 എന്താണ് 2019 ഉണ്ടായിരുന്നോ? അതിൽ സംശയം ഉണ്ട്. ആണോ? അതിന്റെ മുമ്പായിരുന്നോ? അതെ, ശരിയാണ്. വാജ്പേയി സർക്കാരിന്റെ കൂടെ ഉണ്ടായി. അല്ല, ശരിയാ. 2019 അല്ല, ഈ 2014
JSP ഫോം ചെയ്തിട്ട് NDA പിന്തുണച്ചു. അതെനിക്ക് പറ്റിയൊരു പിഴവാണ്. ഞാനിവിടെ അതിനുശേഷം NDAക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടി. അല്ല, NDAക്കല്ല, ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹവും ചന്ദ്രബാബു നായിഡുവും രണ്ടുപേരും NDA എന്ന് വാക്കൗട്ട് നടത്താണ് ഉണ്ടായത്. പ്രേക്ഷകർ ക്ഷമിക്കണം, ഒരു പിഴവ് പറ്റിയിരിക്കുകയാണ്. അപ്പോ അതിനുശേഷം പിന്നീട് 2019 ഇലക്ഷൻ മത്സരിച്ചു, ദയനീയമായി പരാജയപ്പെട്ടു. പിന്നെ ജഗൻ റെഡ്ഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. പിന്നെ അതിനുശേഷം 2020 മുതൽ ഇങ്ങനെ വീണ്ടും ഇദ്ദേഹം നായിഡുവുമായിട്ട് ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നു. നായിഡു താല്പര്യം കാണിക്കുന്നില്ല. നായിഡുവിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെ പാർട്ടി എവിടെയും ടേക്ക് ഓഫ് ചെയ്തില്ല. കാരണം 2019 137 സ്ഥലത്താണ് മത്സരിച്ചത്. അതിൽ ഒരേ ഒരാൾ ജയിച്ചു. ആ ജയിച്ച MLA ഇദ്ദേഹം ആയിരുന്നില്ല. ഇയാൾ 2 സ്ഥലത്തും തോറ്റു. ആ ജയിച്ച MLA YSRCPയിലേക്ക് കാലുമാറും ചെയ്തു. അങ്ങനെ ആകെ ഒരു പരാജിത ഒരു ഇതായിരുന്നു. അതിലിടയ്ക്ക് ഇദ്ദേഹം BJPയുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ശ്രമിച്ചു. BJP ആദ്യം താല്പര്യം കാണിച്ചില്ലെങ്കിലും പക്ഷെ പിന്നീട് അദ്ദേഹത്തെ അവർ കുറച്ചൊക്കെ എൻകറേജ് ചെയ്തു. പക്ഷെ എന്നാലും ഈ 2023 ആണ് ഈ ഇതൊക്കെ വന്നത്. അതായത് TDP ആയിട്ട് അതിലിടയ്ക്ക് അദ്ദേഹം ഒരു ചെറിയൊരു പണക്കം ഉണ്ടായി. അതായത് ഈ എനിക്ക് ആവശ്യത്തിന് റെസ്പെക്ട് കിട്ടുന്നില്ല എന്നൊരു ഫീലിംഗ് അങ്ങേർക്കുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണെങ്കിലും പക്ഷെ അദ്ദേഹം അതൊക്കെ മറന്നിട്ട് ആണ് ഈ 2024 ഇലക്ഷനിൽ 2024 മാർച്ച് വരെയും BJP നായിഡുവായിട്ട് സഖ്യത്തിന് തയ്യാറായിരുന്നില്ല. പിന്നെ അതുപോലെ ഈ സഖ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ പവൻ കല്യാണിന്റെ പാർട്ടിക്കാരുടെ ഇടയിൽ പവൻ കല്യാൺ ഒരു വലിയൊരു കാര്യം ചെയ്തു. അത് അധികം ശ്രദ്ധിച്ചു കാണില്ല. അതായത് ആന്ധ്രാപ്രദേശിലെ 2 പ്രഗത്ഭ അല്ലെങ്കിൽ പ്രമുഖ കമ്മ്യൂണിറ്റീസ് ആണ് കമ്മ, കാപ്പു. ഈ കമ്മ കമ്മ്യൂണിറ്റിയിലായിരുന്നു NTRഉം ചന്ദ്രബാബു നായിഡു, ഈയിടെ മരിച്ച മീഡിയ ബാരൻ രാമോജി റാവു, അങ്ങനെ പലരും കമ്മ കമ്മ്യൂണിറ്റി. അവരാണ് വലിയ ബിസിനസ്സുകാരും എല്ലാം. കാപ്പു ശരിക്കും പറയുകയാണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ഇതാണ്. ഇവര് തമ്മിൽ ഒരിക്കലും യോജിപ്പില്ല. 1988 ഹൈദരാബാദ് നഗരത്തിലും വിജയവാഡയിലൊക്കെ കാപ്പു കമ്മ വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈനാഡു പത്രം, രാമോജി റാവുവിന്റെ ഈനാഡു പത്രം കത്തിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. കത്തിച്ചു. ഇൻഫാക്ട് വിജയവാഡ ഓഫീസ് കത്തിച്ചു. ഹൈദരാബാദിൽ അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഓഫീസ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും തയ്യാറെടുപ്പ്, ഫുൾ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചരിത്രമുള്ള ഇയാൾ ഒരു കാര്യം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അതായത് കാപ്പു കമ്മ്യൂണിറ്റിയാണ് പവൻ കല്യാൺ. കാപ്പു കമ്മ കമ്മ്യൂണിറ്റീസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആർക്കും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷെ അയാൾ അത് നടത്തി എന്നുള്ളതാണ്. അതിന്റെ ഫലം ഈ ഇലക്ഷനിൽ നമുക്ക് കാണാനുണ്ട്. അപ്പൊ അതിന്റെ പരിണാമമായിരുന്നു ഈ ചന്ദ്രബാബു നായിഡുവിന്റെ വിജയം. പിന്നെ ആന്ധ്രാപ്രദേശിൽ ഈ പറഞ്ഞ മാതിരി ഇയാളൊരു യാത്ര നടത്തിയിരുന്നു, ഈ പവൻ കല്യാൺ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെയും മറ്റും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയ്ക്ക് അത്യാവശ്യം നല്ല ജനസമിതി കിട്ടി. അപ്പോഴേക്കും ഈ ജഗൻ റെഡ്ഡിയുടെ അൺപോപ്പുലാരിറ്റി വളരെ വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഇതായിട്ടാണ് ഇലക്ഷനിൽ ഇവർ ജയിക്കുന്നത്. അതായത് അന്ന് ശരിക്കും ഇങ്ങനെ ഒരു സഖ്യം, ഇങ്ങനെ ഒരു കാപ്പു കമ്മ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അവരോട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു അവസരം തരും, ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ശ്രമത്തിന് അല്ല, പൊളിറ്റിക്സിലായാലും ഒന്നിനും ഉണ്ടാവില്ല, പക്ഷെ ഒരേ ഒരു ശ്രമം, നിങ്ങൾ എൻ്റെ കൂടെ ഒരേ ഒരു പ്രാവശ്യം കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. അവര് കൂടെ നിന്നു. പിന്നെ നായിഡു ഈ ജയിലിലായിരുന്നപ്പോൾ പോയി കാണുകയുണ്ടായി. ജയിലിൽ പോയി കണ്ട് നായിഡുവായിട്ട് പുറത്തു വന്നിട്ട് TDP JSP സഖ്യം അനൗൺസ് ചെയ്തു. ഇയാൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തു, പക്ഷെ അനൗൺസ് ചെയ്തു. പിന്നീടാണ് ഇദ്ദേഹം അവിടെ ഡൽഹിയിൽ പോയിട്ട് BJP നേതാക്കളുമായിട്ട് സംസാരിച്ച് 3 പേരും കൂടിയുള്ള ഒരു അലയൻസ്. പക്ഷെ ആദ്യം ഇദ്ദേഹത്തിന് അവിടുന്ന് അമിത്ഷാ ആണെന്ന് തോന്നുന്നു, ഇദ്ദേഹത്തെ നല്ല ചീത്ത പറഞ്ഞു വിട്ടു. ഇങ്ങനത്തെ ഓരോ നടക്കാത്ത കാര്യങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് അവിടെ
ചന്ദ്രബാബു നായിഡുവായിട്ട് ഒരു സഖ്യത്തിന് താല്പര്യമില്ല. ഇത് സംഭവിക്കുന്നത് നായിഡുവിന്റെ അറസ്റ്റിന് മുമ്പുള്ള ദിവസങ്ങളിലാണ്. പക്ഷേ ഇയാൾ അത് കേട്ട് തിരിച്ചു വന്നെങ്കിലും അയാൾ ശ്രമം തുടർന്നു. പിന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ ഭയങ്കര ഒരു സിമ്പതി വേവ് സിമ്പതി വേവ് പൊന്തി മുകളിലേക്ക് വന്നല്ലോ. അതെ, സിമ്പതി വേവൊക്കെ വന്ന് ഇലക്ഷൻ ഇവര് തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA സഖ്യാംഗങ്ങളുടെ മീറ്റിംഗ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് നടന്നപ്പോ പറഞ്ഞത് ഏ പവൻ നെയ്യേ ഏ ആന്തി ഹേ, അതായത് ഇത് കാറ്റല്ല, ഇത് കൊടുങ്കാറ്റാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത് വളരെ എവിഡന്റ് ആയിരുന്നു. പിന്നീട് ചന്ദ്രബാബു നായിഡുവിന്റെ ആ സ്വേറിംഗ് ഇൻ സെറിമണിയിൽ വെച്ചിട്ട് ചിരഞ്ജീവിയെയും പവൻ കല്യാണിനെയും ചേർത്ത് വെച്ച് മോദി രണ്ടു പേരുടെയും തോളിൽ കൈയിട്ട് രണ്ടുപേരുടെയും കൈ പിടിച്ച് ഉയർത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എവിടെ അല്ലാതിരുന്ന ഒരാള് ഈ 2014 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു വലിയൊരു ശക്തിയായി. അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ 100% സ്ട്രൈക്ക് റേറ്റ് ആണ്. അതായത് ശരിക്കും ഇയാൾക്ക് 24 സീറ്റായിരുന്നു ശരിക്കും ഇദ്ദേഹവും നായിഡുവും കൂടി ഉള്ള ധാരണയുടെ ഭാഗമായിട്ട് കണ്ടസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ BJP കൂടി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കോട്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു 3 സീറ്റ് BJPക്ക് റിലീസ് ചെയ്തു. അങ്ങനെ 21 സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത് അസംബ്ലി. 21-ൽ 21 സീറ്റും ജയിച്ചു, അതും നല്ല മാർജിനോട്. പിന്നെ 3 സീറ്റാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കിട്ടിയത്. 3 ഇല്ല 2, അവിടെയും ഒരു സീറ്റ് കൊടുക്കേണ്ടി വന്നു. ആ 2 സീറ്റും വിജയിച്ചു. അപ്പൊ 100% സ്ട്രൈക്ക് റേറ്റ് ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ ഈ മുസ്ലിം, ദളിത്, OBC വിഭാഗങ്ങൾ ഒന്നിച്ചിട്ട് ഒരു NDA ഗവൺമെന്റിനെ അധികാരത്തിലേറ്റി. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ ആന്ധ്ര ഇലക്ഷനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇനി മധുസൂദനൻ പറയും. ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്രോണോളജി ഒന്ന് തെറ്റിപ്പോയി മാത്രം. അതെ, ഇനിയിപ്പോ ഇവിടെ പറയേണ്ടതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും അല്ല, എന്നാലും പക്ഷെ വളരെ വേറെ, താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഏതായാലും ഒരു പുതിയ ഒരു ഉണർന്നു വരുന്ന ആന്ധ്രാപ്രദേശിൽ ഒരു പുതിയ ഒരു ഉണർവ് തന്നെയാണ് ഈ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഒരു അംഗീകരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അയാൾ വളരെ രസകരമായിട്ട് അയാൾ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. അയാളെ ആ തോൽവിക്കിലൊന്നും അയാൾ അതൊക്കെ അടിയറ വെച്ചിട്ട് മിണ്ടാതെ പോയിട്ടില്ല. പല സിനിമാ നടന്മാർക്കും പെട്ടെന്ന് വരുമ്പോഴേക്ക് എവിടെയോ എത്തണം. കാരണം ഈ സിനിമ കണ്ടിട്ടുണ്ടാകുന്ന ആ ഒരു സ്റ്റണ്ടും ആ ഒരു ആക്ഷൻ മൂവിയൊക്കെ കണ്ടിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതേ തരത്തിൽ തന്നെ ജനം ഇതും അംഗീകരിക്കും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി വരും. അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് പൊട്ടിപ്പോവും. ആ പൊട്ടുമ്പോ അതേമാതിരി ഒക്കെ എണീച്ച് പോവുകയില്ല. സാധാരണ അത് നിലനിൽക്കാറില്ല. പക്ഷെ ഇയാള് വളരെ ബുദ്ധിപൂർവമായിട്ട് അവിടെ ജനങ്ങളെ മനസ്സിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ അയാൾക്ക് സാധിച്ചു. അയാൾ ആദ്യം എന്തോ ഒരു കോമൺ മാൻ ഒരു പാർട്ടി എന്തോ ഉണ്ടാക്കിയിരുന്നു. അവരെ ജസ്റ്റിസിന് വേണ്ടി എന്തോ ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പ്രസ്ഥാനം അതിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. നിങ്ങൾ പറഞ്ഞ മാതിരി ആ ഫാൻസിനൊന്നും അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾ ഇങ്ങനെ വന്നു. എന്നിട്ട് അതില് നല്ല കോടിക്കണക്കിന് ചെറുപ്പക്കാർ അതിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് സാധിച്ചില്ല. അതിന്റെ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ടാണ് അയാള് ജനസേവ സംഘം ജനസേവാ പാർട്ടി JSP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ അയാൾക്ക് അത് വളരെ ഭയങ്കര വ്യൂ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ആന്ധ്രയില് എല്ലാവരും ഈ ഇതുണ്ടല്ലോ, യാത്രകളിലൂടെയാണ് നേടിയെടുക്കാറ്. ഈ YSR ഒക്കെ യാത്രയിലൂടെ തന്നെയാണ് നേടിയെടുത്തത്. അതിന്റെ മുമ്പിലില്ല NTR. അങ്ങനെ എല്ലാവരും ഈ NTR ആണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ യാത്ര. അങ്ങനെ ഒരു മുഴുവൻ തുടക്കം മുതൽ ഈ യാത്രയിലൂടെയാണ് അവിടെ ജനമനസ്സുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിരുന്നത്. അപ്പൊ അതിന് പിന്നെ പുള്ളിന്റെ വെച്ചാൽ കുറെ സിനിമ സ്റ്റൈലിന്റെ ഇറങ്ങലുമായിരുന്നു. ജനങ്ങളെ ഞെട്ടിച്ചും കൊണ്ടില്ല ഇറങ്ങലായിരുന്നു. ഭയങ്കര കാരവാനിലൊക്കെ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വന്ന്
വന്നൊരു ഫിലിം സ്റ്റൈലിൽ തന്നെ ഒരു എൻട്രി, അതിലൂടെ ഇങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് ആകെ ആ ഒരു തെലുങ്ക് സിനിമ കാണുന്ന ഒരു ഒരു സ്റ്റൈലിലായിരുന്നു പുള്ളിന്റെ പിന്നെ വരവൊക്കെ. ആ വരവൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ നാട്ടിലൊന്നും ചിലപ്പോൾ വോട്ടാകൂലെങ്കിലും തെലുങ്ക് നാട്ടിൽ അത് ഒരു വോട്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പേരും ഒക്കെ ഉള്ള ഒരു ആളായതുകൊണ്ട് അയാൾക്ക് അവിടെ അത് പിന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അയാളൊരു വാശി, അത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു വാശി ഉണ്ടല്ലോ, അത് അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ നരേന്ദ്രമോദി ഇങ്ങനെ ഓരോരുത്തരെ ഓരോ സ്റ്റേറ്റിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഓരോ സിനിമാ നടന്മാരെ എവിടുന്നോ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോ കേരളത്തിൽ നമ്മളെ സുരേഷ് ഗോപിനെ കണ്ടുപിടിച്ചു. അതേമാതിരി സിനിമാ നടന്മാരെ കൊണ്ടു നടക്കാൻ കുറച്ച് പ്രയാസമാണെന്നേ ഉള്ളൂ. കാരണം ഒരു വിരിച്ചെടുത്ത് കിടക്കൂല, അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ട് അവർക്ക്. എന്നാലും അവർക്ക് ലേശം ഒരു സിനിമാറ്റിക് മൈൻഡ് ആയിരിക്കുമല്ലോ. ഈ രാഷ്ട്രീയ മൈൻഡ്, രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നൊക്കെ അല്ലേ സിനിമയിൽ അഭിനയിക്കുമ്പോ ഉണ്ടാവും. പക്ഷെ അത് ഉള്ളിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവരൊക്കെ എന്തോ അതൊക്കെ ഒരു മറികടന്നിട്ടുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റി. അമിത്ഷാക്കും പിന്നെ നരേന്ദ്രമോദിക്കും അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയല്ലേ രണ്ടാൾക്കാരെ കണ്ടുപിടിച്ചു വന്നു. ബീഹാറിലെ ചിരാഗ് പാസ്വാൻ, അദ്ദേഹം ഫിലിം സ്റ്റാർ ആയിട്ട് നിന്നിരുന്ന ആളാണല്ലോ. അദ്ദേഹം ഒരു അടിപൊളി ഫിഗറാണ്. ബീഹാറിലെ ബീഹാറിലെ ചിരാഗ് പാസ്വാൻ. അതെ, ചിരാഗ് പാസ്വാൻ. പിന്നെ ഹനുമാനാണ് ഇതാ പറഞ്ഞത് അല്ലേ? അല്ല, ബീഹാറിലെ ചിരാഗ് പാസ്വാനെ ആ ഇതുപോലെ ഒരു ഫിലിം സ്റ്റാർ ആണല്ലോ ശരിക്കും. ഓ അദ്ദേഹം പിന്നെ ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാൺ ചെയ്ത ഏകദേശം ഒരു റോള് അവിടെ ചിരാഗ് പാസ്വാൻ ചെയ്ത് 5 സീറ്റ് മത്സരിച്ചുള്ളൂ, 5 സീറ്റും വിജയിച്ചു. ആ 5 സീറ്റ് NDAക്ക് വളരെ വിലമതിക്കാനാവാത്ത ഒരു സംഭവം. അയാളും ഫിലിം ആയിട്ട് ബന്ധമുള്ള ആളാണോ? അതെ 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 അതെ, അയാൾ ഫിലിം സ്റ്റാർ ആയിരുന്നു. അയാൾ ഇൻഫാക്ട് അയാളുടെ ഒരു ആദ്യ സിനിമയില് നായിക കങ്കന റണൌത്ത്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട് അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് അതാണ് അന്ന് കണ്ടപ്പോ അവര് തമ്മിൽ ഭയങ്കര ഹഗ്ഗൊക്കെ കൊടുത്ത്, ഭയങ്കര കൈയൊക്കെ കൊടുത്ത്, അങ്ങനെ ഭയങ്കര ഒരു സ്നേഹപ്രകടനം. അവർക്ക് ഒരു സിനിമയിൽ മുഴുവൻ ഫസ്റ്റ് സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാൻ പ്രസ്ഥാനത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവര് മെനക്കെട്ടിട്ട് പിന്നെ ഡൽഹി പോയിട്ട് നമ്മളെ നായിഡു ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു നോക്കി. എങ്ങനെയെങ്കിലും ഒന്ന് ഇതിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. മടങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. അമിത്ഷാനെ കാണാൻ പോയിട്ട് അമിത്ഷാ മുഖം വരെ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇയാളിലൂടെ നരേന്ദ്രമോദിയുടെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് കഴിഞ്ഞ പ്രാവശ്യം. അതിന്റെ അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന ആൾക്കാരല്ലല്ലോ അവര്. പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പിന്നെ ഇയാളിലൂടെ അത് ഒരു കോംപ്രമൈസ് ആയി പെട്ടു. അതുകൊണ്ട് ഇന്ന് BJPക്ക് ആന്ധ്രയില് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. നല്ലൊരു മുന്നേറ്റം. ഇനി ഈ പവൻ കല്യാണിനെ കൊണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ചത് അമിത്ഷാണോ എന്ന് പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവത്തിന്റെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്തിട്ട് നായിഡുവിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കാണിച്ചതായിരിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം പിന്നെ മാത്രമല്ല മറ്റവർക്കും ജഗനും സീരിയസ് ആയിട്ട് വിചാരിക്കണല്ലോ, അത് നടക്കാൻ പോകുന്നില്ല, വോട്ട് സ്പ്ലിറ്റ് ആവും. അയാളെ കൂർത്ത ബുദ്ധിയാണേ. അപ്പൊ അയാൾക്ക് ആ കൂർമ്മ ബുദ്ധിയിൽ എന്താണ് വരികയെന്നില്ലെന്ന് പറയാൻ പറ്റൂല. ഇനി പുള്ളി അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോന്നില്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും അതൊക്കെ അവിടെ ആ ഉണ്ടാക്കിയ കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റി അവിടെ. അങ്ങനെ ഒരു പിന്നെ ഇയാളെ പിന്നെ അവിടുത്തെ ഈ തിരുപ്പതി ഭഗവാന്റെ പിന്നെ ഇയാള് പവൻകുമാർ പ്രൊജക്ട് ചെയ്തിട്ട് നരേന്ദ്രമോദിയെ സ്വീകരിച്ചതൊക്കെ തിരുപ്പതിയുടെ വിഗ്രഹം കൊടുത്തുകൊണ്ടൊക്കെയായിരുന്നു. പിന്നെ കാരണം വെച്ചാൽ തിരുപ്പതിയിൽ ഈ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ആള് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആളാണല്ലോ. അവര് പിന്നെ അവര് അങ്ങനെ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ഒരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പിന്നെ ക്രിസ്ത്യൻ പിള്ളേരൊക്കെ ആയിരുന്നു അവിടെ അമ്പലത്തിന്റെ അകത്ത് പല പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പിന്നെ ഞങ്ങള് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്നു, എന്റെ സ്ഥാപനം. അപ്പൊ ഒരു ദിവസം ഇവിടുന്ന് പോവുകയാണ്.
ആന്ധ്രയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ജഗൻമോഹൻ റെഡ്ഡി ഭരണത്തിൽ വന്ന സമയത്ത്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് പോകുന്നത് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞ എനിക്ക് തിരുപ്പതി അമ്പലത്തിൽ ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ ജോലി കിട്ടി? നീ ആള് ക്രിസ്ത്യൻ അല്ലേ? അവൾ പേര് ലക്ഷ്മി എന്നാണ്, പക്ഷെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. നീ എന്നെ പറയുന്നത് നീ ക്രിസ്ത്യൻ ആണ്, നിനക്ക് എങ്ങനെ അവിടെ ജോലി കിട്ടിയത്? ഞങ്ങൾക്കൊക്കെ ഇപ്പൊ അവിടെ ജോലി കിട്ടും, ഞങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്ന പണിയുണ്ട് നാളെ. അപ്പൊ അതായത് ഈ ക്രിസ്ത്യാനിറ്റീനെ പറ്റിയിട്ട് നോട്ടീസ് കൊടുക്കുന്ന പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ. ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ നോട്ടീസൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അതിന്റെ തലപ്പത്തൊക്കെ നമ്മളെ ഭഗവാനായിട്ട് തിരുപ്പതി ഭഗവാൻ അവിടെ ഇരിക്കുക. ഈ തിരുപ്പതി ഭഗവാനെ കൊണ്ടു നടക്കുന്നത് കംപ്ലീറ്റ് പിന്നെ ക്രിസ്ത്യൻ മിഷണറിയുടെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ കണക്കൊക്കെ ചിലപ്പോ പിന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ ആ പൈസ എടുത്തിട്ട് എവിടേക്കാ പള്ളി കെട്ടിയിട്ടില്ലേന്ന്. അതിനൊക്കെ ചിലപ്പോ ഈ ജഗൻമോഹൻ റെഡ്ഡി പിന്നെ മറുപടി പറയേണ്ടി വരുമോ എന്ന് സംശയമുണ്ട്. ഉള്ളിപ്പോണ്ടി വരും. കാരണം ഈ പവൻകുമാർ അതൊന്നും വെറുതെ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ഒരു ചെറിയൊരു ഹിന്ദുത്വ ലൈനിലേക്ക് കുറച്ച് ഹാർഡ്കോർ ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ ലൈനും കൂടി സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല ഇപ്പോ ഇതിനു മുമ്പുള്ള ഇങ്ങേരുടെ സഖ്യം ലെഫ്റ്റ് ആയിട്ടായിരുന്നു. ലെഫ്റ്റും BSP ആയിട്ടാണ് ഇങ്ങേര് 2019 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തത്. കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അതെ. അപ്പൊ അയാള് അങ്ങനെ കുറച്ച് ഇപ്പൊ അയാള് എല്ലാം മാറിയിട്ട് അവസാനം ഇങ്ങനെ നല്ലൊരു ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ തിരുപ്പതി ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ മറ്റേ തിരുപ്പതി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോ ഇന്നിപ്പോ ചന്ദ്രബാബു നായിഡു അവിടെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ അദ്ദേഹം എന്താണെന്നുള്ള നിലപാട് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ കേൾക്കേണ്ടത് ഭഗവാന്റെ പേര് മാത്രമാണ്, വേറെ ഒരു സംഗതി ഇവിടെ നടക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തിരുപ്പതിയിൽ. അതാണ് പറഞ്ഞത്, അവിടെ പല എന്തൊക്കെയോ മാൽ പ്രാക്ടീസുകളൊക്കെ ഈ റെഡ്ഡി ടീമും ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെ അത് വല്ലാതെ നമ്മള് പിന്നെ ഇതൊക്കെ ചിലപ്പോ ഈ വാട്സപ്പിലൊക്കെ വരുന്ന സംഗതികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ നമ്മള് പവൻ കല്യാൺ വിട്ടുപോകുന്നു. അതെ അല്ല അയാൾ തന്നെയാണത് ഇപ്പൊ പിന്നെ ഭഗവാന്റെ വലിയൊരു വിഗ്രഹമൊക്കെ പിന്നെ മോഡിനെ കണ്ടതും മോദിക്ക് അത് സമ്മാനിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അയാൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു സമരം കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അത് കോട്ട് ചെയ്തതാണ്. അങ്ങനെയല്ല. അപ്പൊ ഒരു ഹാർഡ് കോർ ഹിന്ദുത്വത്തിലേക്ക് പുള്ളി ഉണ്ടോ എന്നുള്ളത് കൂടി അവിടെ ഒരു സംശയമുണ്ട്. ആവട്ടെ, ആന്ധ്രയില് ഇനിയും മുന്നോട്ട് പോകാൻ അയാൾക്ക് സാധിക്കട്ടെ. അയാള് വരും കാലത്ത് അവിടുത്തെ ഇപ്പൊ ഡെപ്യൂട്ടി CM ആണെങ്കിൽ നാളെ ഒരു CM ആയിക്കൂടാന്നില്ല. അയാൾ ഇനി നാളെ BJP-യിലേക്ക് വന്നുകൂടാന്നില്ല. BJP-യിലേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. BJP-യിലേക്ക് BJP-യുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കും, വെച്ചിട്ട്. ഇപ്പൊ ചിലപ്പോ വരാഞ്ഞത് കാരണം ഈ BJP-നെ തൊടാൻ എല്ലാവർക്കും ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ. നമ്മള് മറ്റേ ഹിന്ദു ആണല്ലോ, ഈ ഹിന്ദുവിനെ തൊടാൻ ഹിന്ദുവിന്റെ എല്ലാ സാധനവും വേണം എല്ലാവർക്കും, പക്ഷെ ഹിന്ദുവിനെ തൊടുന്നത് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹിന്ദു പാർട്ടിയായി പോയതല്ലോ BJP. അതുകൊണ്ട് ലേശം ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ ഏതായാലും അപ്പൊ ആ അയിത്തത്തിനെ ആ അൺടച്ചബിലിറ്റീനെ ഏതായാലും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഇയാൾക്ക് സാധിക്കും എന്നാണ് തോന്നുന്നത്. മോദി പറഞ്ഞ മാതിരി അയാള് വെറും ചെറിയ കാറ്റൊന്നല്ല, കൊടുങ്കാറ്റ് തന്നെയാണ്. അയാൾ ആന്ധ്രയിൽ ആഞ്ഞു വീശി പോകുന്ന ഒരു കൊടുങ്കാറ്റ് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. ഏതായാലും പിന്നെ അയാൾക്ക് അതിലെ ഇനിയും ശക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഇതാക്കാം. പിന്നെ അയാളുടെ ഓരോ സമയത്തും അയാള് മറ്റേ കറക്റ്റ് സ്ലോഗൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ മറ്റേ നേരത്തെ പറഞ്ഞൊരു ആ യാത്രയുടെ പേര് വരാഹയാത്ര എന്നായിരുന്നു. അതില് പ്രത്യേകിച്ച് ഈ മത്സ്യ തൊഴിലാളികളുടെ പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അതിന് ഭയങ്കര ജനസമ്മതി കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ TDP ആയിട്ട് 2020 മുതൽ ആ ടോക്ക് നടന്നു എന്ന് പറഞ്ഞില്ലേ, അന്നൊക്കെ പലരും ഇങ്ങനെ അതൊന്ന് മറ്റേ തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അത് അങ്ങേരെ വളരെ കുലുങ്ങാതെ കൂളായിട്ട് അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉള്ള ഒരു കക്ഷിയാണ്. അപ്പൊ അതാണ് ഇയാളുടെ വലിയൊരു പ്രത്യേകത. പിന്നെ ഈ ക്യാപിറ്റൽ ഇപ്പൊ തലസ്ഥാനല്ല, അതൊക്കെ ഇല്ലാത്തൊരു തലസ്ഥാനം ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പൊ ആ തലസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് ഇയാള് വിജയവാഡ അല്ല, എന്താ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? വിജയവാഡയിൽ വെച്ചിട്ടായിരുന്നല്ലോ ഈ ആ അതിന്റെ മറ്റേ സ്ഥലത്തിന്റെ പേര് അമരാവതി. അമരാവതി. വിജയവാഡയിൽ അധികം ദൂരമില്ലാത്ത സ്ഥലം. അമരാവതിയെ ക്യാപിറ്റലാക്കി കൊണ്ടുവരണം എന്നാണല്ലോ പിന്നെ നമ്മളെ ഇയാളെ ആഗ്രഹം, പിന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ. ചന്ദ്രബാബു നായിഡുവിന്റെ ആഗ്രഹം. അപ്പൊ അതിപ്പോ നടക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു സമരം കൂടിയാണ്, ഇതിന്റെ ഒരു വിജയം കൂടിയാണ് ഈ കാണുന്നത് നിലയത് അല്ലേ? അതിന്റെ ഒരു വിജയം. അതെ അല്ല അത് അദ്ദേഹം മറ്റേ ജഗൻമോഹൻ റെഡ്ഡി വിശാഖപട്ടണത്തേക്ക് അതൊരു സംഗതി പറയാൻ മറന്നുപോയി. ജഗൻമോഹൻ റെഡ്ഡി മറ്റേ തലസ്ഥാന അമരാവതി എന്നല്ല വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് അവസാനത്തെ ശ്രമം അതായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞത് 3 ക്യാപിറ്റലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 4 ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു. അതൊരു ശരിക്കുള്ള ഇതുള്ളതല്ല. പക്ഷെ പിന്നീട് അദ്ദേഹം വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകാന്നുള്ളത് പറഞ്ഞപ്പോ പവൻ കല്യാൺ അതിനെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭം അഴിച്ചു. അതിന് ജഗൻ എനിക്ക് തോന്നുന്നു ഒന്ന് പതറിപ്പോയി. കാരണം ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് കിട്ടുന്ന അപ്പോഴായിരിക്കും ഒരുപക്ഷെ റിയലൈസ് ചെയ്ത് ഇയാൾക്ക് ഇത്ര ജനസമ്മതി ഉണ്ടെന്നും ജനങ്ങൾക്ക് ഇയാളെ ഈ ഓരോ തീരുമാനങ്ങളെ കൊണ്ട് ഈ മറ്റേ ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനങ്ങൾ ശരിക്കും എന്താ പറയാ അറപ്പുളവാക്കുണ്ടെന്ന് എന്നുള്ള ഒരു സംഗതി മനസ്സിലായത് അപ്പോഴാണ്. ആ ക്യാമ്പയിൻ തിരിച്ച് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഇയാളുടെ ഈ മറ്റേ യാത്ര പോലെ തന്നെ ഈ ഒരു സമരം ഭയങ്കര ഒരു ആകെ ഇളക്കി മറിച്ച ഒരു സമരമായിരുന്നു. ഈ ഒരു ഹൈപ്പ് കിട്ടിയ അവരുടെ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് ഒരു ഭയങ്കര ഹൈപ്പ് കിട്ടിയ ഒരു സംഗതിയാണത് പെട്ടെന്ന് വെച്ചിട്ട്. അതില് ചന്ദ്രബാബു നായിഡുവിനൊക്കെ ഞാൻ കേൾക്കുന്നത് വേറെ എന്തൊക്കെയോ ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വേറെ എന്തൊക്കെയോ അഭിപ്രായം, വേറെ റിയൽ എസ്റ്റേറ്റ് കളികൾ എന്തൊക്കെയോ ഉണ്ട് അതില്. പക്ഷെ എന്താ അറിയോ, ഇപ്പോ ആ സ്റ്റേജ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാർ, അദ്ദേഹത്തിന്റെയും കുറെ പൈസ പോയി, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെയും പൈസ കുറെ പോയി, കുറെ ആളുടെ പൈസ കെട്ടിക്കിടന്ന് അവർ പൊളിഞ്ഞു പോയി. പിന്നെ വലിയ വലിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവിടെ വന്നിട്ട് തുടങ്ങി. ഇപ്പൊ VIT ഒക്കെ അവിടെ വന്നിട്ട് ക്യാമ്പസ് തുടങ്ങി. പക്ഷെ ഈ പൂർത്തിയാവാത്ത ഒരു സിറ്റിയുടെ അടുത്ത് ആരാണ് മറ്റേ അത്രയധികം സ്റ്റുഡൻസിന്റെ ഒരു ഭയങ്കര പ്രസ്റ്റീജിയസ് ക്യാമ്പസായി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇത് അവിടെ വന്നേ പറ്റൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ നായിഡുവും ഈ പറഞ്ഞ പവൻ കല്യാണും ഒരേ സ്വരത്തിലാണ്. അതുകൊണ്ട് മോദിക്ക് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള അതുപോലെ ഒന്നുമില്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ളത് ഏറെക്കുറെ ക്ലിയർ ആണ്. അപ്പൊ എന്തായാലും ആ ക്യാപിറ്റലൊക്കെ ഇവർ ഉണ്ടാക്കും, അതിന് സംശയമില്ല. ഗംഭീരമായിട്ടൊരു ക്യാപിറ്റലൊക്കെ അവിടെ ഉണ്ടാക്കും. അമരാവതി ഒരു ക്യാപിറ്റലായി മാറും എന്നൊക്കെ. ഏതായാലും പവൻകുമാർ ഒരു സൂപ്പർ സ്റ്റാർ CM ആകാൻ പോവുകയാണ് അല്ലേ? ആയിരിക്കാം. പല സൂപ്പർ സ്റ്റാറുകളും ഈ സംഗതികളിലൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ചന്ദ്രബാബുവിന്റെ കാലം വരെ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തില്ല. അതിനുശേഷം ഇപ്പൊ വലിയ വലിയ നേതാക്കന്മാരുടെ കാലത്തിന് ശേഷം ഒരു പൊളിവ് വരുമല്ലോ പാർട്ടിക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ചിലപ്പോ BJPയുടെ സപ്പോർട്ടോട് കൂടി BJPയും ഈ 5 കൊല്ലം കൊണ്ട് ഒരു മന്ത്രിയൊക്കെ ഉണ്ട്, പിന്നെ 1-2 MP-മാരുടെയും ഒക്കെ ബലത്തില് BJPയും അവിടുന്ന് ഒരു ശക്തിയായി മാറും തന്നെ തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഭാവിയിൽ ഒരു പവൻ കല്യാൺ BJP സഖ്യം ആന്ധ്ര ഭരിക്കുന്ന ഒരു ദിവസം വിദൂരമല്ലാന്ന് തോന്നുന്നു. അയാളെ മകനെ കൊണ്ടുവരാനും നോക്കുന്നുണ്ട്. അല്ലാതെ അയാളെ മകൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ. അതിനാണ് അദ്ദേഹത്തിന്റെ പ്ലാന് വളരെ ക്ലിയർ ആണ്. പക്ഷെ ഈ മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞ മാതിരി ചന്ദ്രബാബു നായിഡുവിന് ഇപ്പൊ നല്ല പ്രായമുണ്ട് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉള്ള ഒരാള് ചന്ദ്രബാബു നായിഡു ഉള്ളിടത്തോളം പാർട്ടി സ്ട്രോങ് തന്നെയാണ്. കാരണം പാർട്ടി അപ്പാടെ തകർന്നു പോയ ഒരു പാർട്ടിയായിരുന്നു. അതിനെ ശരിക്കും റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ചന്ദ്രബാബു നായിഡുവിന് പോലും ശരിക്ക് ഈ പവൻ കല്യാൺ കൂടെ വന്നിട്ട് ഈ ഭയങ്കര മാരകമായ ക്യാമ്പയിൻ അഴിച്ചു വിടുന്നവരെ ചന്ദ്രബാബു നായിഡുവിന് പോലും സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ശരിക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സെൽഫ് റെസ്പെക്ട് പോലും കളഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ട് BJP നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചതും പിന്നെ ഒരു അലയൻസ് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതും പക്ഷെ അവർ തീരെ താല്പര്യം കാണിക്കാതിരുന്നതും. പക്ഷെ ആ സമയത്തൊക്കെ ഈ പവൻ കല്യാൺ അവിടെ BJP നേതാക്കളെ കാണുന്നുണ്ടായിരുന്നു, അവരായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ മസൂദൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ ചിലപ്പോ അമിത്ഷായുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിരിക്കും. നമ്മള് പറയാൻ പറ്റില്ല. റബി ബാക്കി ഹേ എന്ന് പറയില്ലേ ഹിന്ദിയില്, ഇന്നലെ സ്റ്റേജിൽ കണ്ടില്ലേ സിനിമ കാണുന്ന മാതിരി ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു നല്ലൊരു മനോഹരമായ രംഗം ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ ആ സ്റ്റേജിന്റെ മേലെയൊക്കെ
നമ്മളെ ഈ മലയാളം പത്രങ്ങളും ഇവരൊക്കെ പറഞ്ഞ് ഒരുപാട് നുണകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒക്കെ ഒരു പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതികളാണ് മോഡിയും പിന്നെ ചന്ദ്രബാബു നായിഡും തമ്മിലില്ല ആ ഒരു പിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടില്ലേ ആ ഒരു സീനും. അത് കഴിഞ്ഞ് പവൻകുമാർ വന്ന് അയാള് പിന്നെ കാണുന്നതോ അയാളെ ബ്രദറെ കൂട്ടിക്കൊണ്ടുവരുന്നതോ അവരവിടുന്ന് കാണുന്നതോ പിന്നെ ആ സ്റ്റേജിൽ രണ്ടാളെ കയ്യും പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഏഹ് ആ ഉയർത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉയർത്ത് എണീപ്പിച്ചത് തന്നെയാണ്. ഇനിയിപ്പോ അതെ. അങ്ങോട്ടേക്ക് വലിയൊരു ഉണർത്തിപ്പിക്കലും കൂടിയാണത്. മോദീന്റെ രണ്ട് കൈയും പിടിച്ച് രണ്ടാളെ അങ്ങോട്ട് പൊന്തിച്ച് അവിടുന്ന് ഒരു ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം കൂടിയാണ് അവിടെ കണ്ടത്. ഏതായാലും ആ സ്റ്റേജ് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ എല്ലാ അതെ. നല്ല പ്രൗഢഗംഭീരമായ ഒരു സ്റ്റേജ് ആയിരുന്നു. ഏതായാലും അല്ല, അത് നായിഡു ഓർഗനൈസ് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ ഓർമ്മയില്ലേ? അമരാവതിയിൽ ആ 2019 തോന്നുന്നു. ഉം, അത് 2000 ഏതൊരു വർഷം ഈ അമരാവതിയുടെ കല്ലിടൽ ചടങ്ങ് ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും, അന്ന് പ്രധാനമന്ത്രിയും ഫുൾ മറ്റേ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പൊ അയാൾക്ക് അയാളെ നിർബന്ധമായിരുന്നല്ലോ പ്രധാനമന്ത്രി ആവണം കല്ലിടുന്നത് എന്നുള്ളത്. അയാള് ഹൈടെക് അപ്പൊ ആണ്. അതും ഈ പറഞ്ഞ ഒരു അതിഗംഭീര ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ നായിഡു എങ്ങനെയാ ഒരു എന്താ പറയാ ഒരു ആന്ധ്ര സ്റ്റൈലിൽ തന്നെയാണ് എല്ലാം ഒരു ഹൈടെക് ആണ്. എന്താ പറയാ മെഗാ ക്യാമ്പയിൻ ഇതായിരിക്കും, അതെ. ഈവന്റ് ആയിരിക്കും എല്ലാം. ഏതായാലും അതുണ്ട്. നല്ല രംഗങ്ങളായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഉം. അവിടെയും അതെ. പവൻകുമാർ പവനായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു അതെ. സംശയമില്ല. അയാൾക്ക് ഇനിയും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ. അയാൾ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് പിന്നെ ഉയർന്നുയർന്ന് മേലോട്ട് പോയി മുഖ്യമന്ത്രിയോ ഇനി അതിലും മേലെയോ എന്ത് വേണമെങ്കിലും ആകട്ടെ എന്ന് നമുക്ക് ഈ സമയത്തൊന്ന് പ്രത്യാശിക്കാം. ഏഹ് യെസ്. ഏതായാലും അതെ. ഏതായാലും ആ രംഗങ്ങൾ കാണാൻ വളരെ സുന്ദരമായ രംഗമായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ടു. പവൻകുമാർ തിരുപ്പതി ഭഗവാന്റെ സർവ്വ അനുഗ്രഹവും കിട്ടിയ ആളാണ്. യാതൊരു സംശയവുമില്ല. ഏഹ് സർവ്വ 55 വയസ്സേ ഉള്ളൂ. 55 വയസ്സേ ഉള്ളൂ. ഒരുപാട് സമയമുണ്ട്. എന്ത് വേണമെങ്കിൽ ചെയ്യാം. അയാൾ ആ കുതിരപ്പുറത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് തെളിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ഉം. ഈ അവസരത്തിൽ ഒന്നുകൂടി അയാൾക്കൊരു അയാൾക്ക് തിരുപ്പതി ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സമയം നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇവിടെ നിർത്താം. നമസ്തേ. ഉം.